രാത്രിയിൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ വില്ല ആകെ പ്രകാശമുഖരിതമായിരുന്നു. വില്ലയുടെ മുന്നിലുള്ള റോഡിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗിരിയും കൂട്ടരും. അവനോടൊപ്പം തന്നെ ആനന്ദമുണ്ടായിരുന്നു. നന്ദു കുട്ടികളുടെ കൂടെ അകത്തിരുന്ന് TV കാണുകയായിരുന്നു. അവർ എത്രയോ ഗിരിയേട്ടാ? ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോടെ വാച്ചിലേക്കും റോഡിലേക്കും മാറി മാറി നോക്കുന്ന ഗിരിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആനന്ദ് ചോദിച്ചു. ഇനിയൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എത്തുമെന്ന് അല്പം മുൻപ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഗിരി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൻ നല്ല ടെൻഷനിലാണെന്ന് ആനന്ദിന് മനസ്സിലായി. എന്തിനാ ഗിരിയേട്ടാ ഇത്ര ടെൻഷൻ? അതിനുവേണ്ടി ആള് ഒരു ഭീകരനെങ്ങാനുമാണോ? ആനന്ദ് ഒരു ചിരിയോടെ ചോദിച്ചു. ഭീകരനാണോ എന്ന് നീ ചോദിക്കില്ല മോനെ. ഭീകരനൊക്കെ എന്ത്? ഇത് ഭീകരൻ്റെയും അങ്ങേറ്റം. സാറിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ പിന്നെ അത് ചെയ്തവൻ്റെ കാര്യം പോക്കാം. വർഷങ്ങളായി ഞാൻ സാറിൻ്റെ കൂടെ കൂടിയിട്ട്, പക്ഷെ ഇപ്പോഴും ദേഷ്യത്തോടെ നിൽക്കുന്ന സാറിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ എൻ്റെ മുട്ടു വിറയ്ക്കും. ഗിരി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഓഹോ, അപ്പം അത്രയ്ക്ക് ദേഷ്യക്കാരനാണോ അദ്ദേഹം? ഗിരി പറഞ്ഞ കേട്ട് ആനന്ദ് ചോദിച്ചു. ദേഷ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. മഹാദേവൻ തൃക്കണ്ണ് തുറന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് സാറിൻ്റെ കാര്യവും. സാറൊക്കെ സോഫ്റ്റ് ആവുന്നത് മേഡത്തിൻ്റെയും മോളുടെയും മുന്നിൽ മാത്രമാണ്. ആഹാ, അത് കൊള്ളാലോ. ആട്ടെ, എന്താ നിങ്ങളുടെ സാറിൻ്റെ പേര്? നേരത്തെ ചോദിക്കണമെന്ന് കരുതിയതാ, മറന്നുപോയി. ഗിരി പറഞ്ഞ കേട്ട് ആനന്ദ് ആകാംക്ഷയോടെ ചോദിച്ചതും ഗേറ്റിൽ നിന്ന് ഒരു ഹോണടി ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. യെസ്, നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ദേ വന്നു. ദ മോസ്റ്റ് ബ്രില്യൻറ്റ് ബിസിനസ് മാൻ മിസ്റ്റർ അമൻദേവ് വർമ്മ. ഗിരിയുടെ വാക്കുകൾ കേട്ടതും ആനന്ദ് ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. വില്ലയുടെ മുന്നിലായി കൊണ്ട് നിർത്തിയ ബ്ലാക്ക് BMW കാറിൽ നിന്നും ഗൗരവമാർന്ന മുഖത്തോടെ അമൻ പുറത്തേക്കിറങ്ങി. പതിവ് പോലെ തന്നെ അവൻ നീലക്കണ്ണുകൾ വജ്രം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അമൻദേവ്, ബിസിനസ് ഫീൽഡിലെ കിരീടം വയ്ക്കാത്ത രാജാവ്. പല മാഗസിനിലും ബിസിനസ് ന്യൂസിലുമൊക്കെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. താൻ ഉൾപ്പെടെ പലരുടെയും ആരാധനാപാത്രമായ അമൻദേവിൻ്റെ മുഖം തൻ്റെ തൊട്ടു മുന്നിൽ കണ്ടതും ആനന്ദ് പകപ്പോടെ അവനെ നോക്കി നിന്നു. അമൻ കാറിൽ നിന്നും ഇറങ്ങിയതും മറു സൈഡിലെ ഡോർ തുറന്നുകൊണ്ട് ഒരു പെൺകുട്ടി പുറത്തേക്കിറങ്ങി. ഡോക്ടർ ശിവദക്ഷിണ. യെസ്, ഡോക്ടർ ശിവദക്ഷിണ അമൻദേവ്. അമൻ സാറിൻ്റെ ഭാര്യ. ഇന്ത്യയിലെ തന്നെ ദി ബെസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഒരുവൾ. ആനന്ദിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചത് കേട്ട് ഗിരി അഭിമാനത്തോടെ പറഞ്ഞു. അമൻ തെച്ചുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. തൻ്റെ പെണ്ണിനെയും ചേർത്ത് പിടിച്ച് തലയെടുപ്പടെ മുന്നോട്ട് നോക്കി നടന്നു വരുന്നവനെ ആനന്ദ് ആരാധനയോടെ നോക്കി നിന്നു. വെൽക്കം ബാക്ക് സാർ. ഗിരി അവൻ്റെ അരികിലേക്ക് ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. താങ്ക് യു ഗിരി. ഹായ് മാം. ഹായ് ഗിരിയേട്ടാ. അവൻ തെച്ചുവിനെയും വിഷ് ചെയ്ത ശേഷം ഗേറ്റിന് നേരെ ഒന്ന് പാളി നോക്കി. ഗിരിയുടെ നോട്ടം കണ്ടതും അമനും തെച്ചുവും പരസ്പരം നോക്കിന്ന് പുഞ്ചിരിച്ചു. അവർ ഇപ്പോൾ വരും ഗിരിയേട്ടാ. സിദ്ധി മുളക്ക് നാളെ സ്കൂളിലേക്ക് വേണ്ടി എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വരുന്ന വഴി അവർ ഷോപ്പിലേക്കൊന്ന് കയറി. സച്ചു ഉണ്ട് അവിടെ കൂടെ. ദച്ചു അവനെ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോഴാണ് അവൻ്റെ അരികിലായി നിൽക്കുന്ന ആനന്ദിനെ അമ്മൻ കാണുന്നത്. ആനന്ദ്, റൈറ്റ് സാർ. അവൻ ആനന്ദിനെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചതും അവൻ അതിൽ നിന്ന് തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഗിരി പറഞ്ഞു. നമുക്ക് വഴിയുണ്ടാക്കാം. അമ്മൻ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും ആനന്ദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അവൻ അമ്മൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. അമ്മൻ അവനെ നോക്കിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. ഏട്ടാ, ഏട്ടത്തി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. അമ്മൻ്റെ കുഞ്ഞു പെങ്ങളായ അതിഥി എന്ന കുഞ്ഞിയായിരുന്നു അത്. അവളുടെ പിന്നാലെ തന്നെ ജോണും ഉണ്ടായിരുന്നു. ഏട്ടാ. അവൾ ഓടി വന്ന് അമ്മൻ്റെ നെഞ്ചിലേക്ക് ചാരി. അവൻ അവളെ ചേർത്ത് പിടിച്ച് നിറകിയിലെന്ന് ചുംബിച്ചു. ഏട്ടത്തി. അമ്മനിൽ നിന്ന് മകന്ന് മാറിക്കണ്ട് അവൾ ദച്ചുവിനെ പുണർന്നു. എവിടെ എൻ്റെ കുഞ്ഞൂസ്? അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ സിധുമോളുടെ കൂടെയാണ് വരുന്നേ. ആണോ? എവിടെ നമ്മുടെ ചട്ടമ്പികൾ? കണ്ടില്ലല്ലോ. ദച്ചു അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവർ ഉറങ്ങിയെടുത്തി. ദേ ഇത്രയും നേരം ഈ നന്ദുവിൻ്റെ കൂടെ കിടന്ന് കളിയായിരുന്നു. ഇപ്പോഴൊന്നും ഉറങ്ങിയത്. ഓ, പറയുന്നത് കേട്ടാ തോന്നും അവൾ കളിച്ചില്ലെന്ന്. നീമുണ്ടായിരുന്നല്ലോ ഇവിടെ കൂടെ. ജോൺ അവളെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞതും കുഞ്ഞി അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. അവരുടെ സംസാരം കേട്ടൊരു ചിരിയോടെ ദച്ചു നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നു. നന്ദു എന്നാണല്ലേ പേര്? നന്ദിനി. ദച്ചു ചോദിച്ചതും അവൾ ചെറിയ പരിഭ്രമത്തോടെ മറുപടി പറഞ്ഞു. സുന്ദരിയാണല്ലോ. അവളെ കവിളിൽ തലോടിക്കൊണ്ട് ദച്ചു പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഞാൻ സുന്ദരിയല്ലേ ഏട്ടത്തി? ദച്ചു പറഞ്ഞു കേട്ട് കുഞ്ഞി പരിഭവത്തോടെ ചോദിച്ചു. അതിലിപ്പോൾ പറയാൻ എന്തിരിക്കുന്നു? നീ വെറും കൂതറ. കൂതറ നിങ്ങളെ മറ്റവള്. ഡി. ജോൺ, കുഞ്ഞി. രണ്ടും കൂടി അടികൂട്ടാൻ തുടങ്ങിയതും അമ്മൻ്റെ ഒറ്റ വിളിയിൽ സൈലൻ്റായി. എന്തോന്നാ കുഞ്ഞി, ഇത് വയസ്സ് 10-25 കഴിഞ്ഞില്ലേ? ഇപ്പോഴും കുസൃതി മാറിയിട്ടില്ല. ഞാനല്ല ഏട്ടത്തി, ഈ ഇച്ചായന വെറുതെ എണ്ണീട്ട് ചോദിക്കാൻ വരുന്നത്. കുഞ്ഞി ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറഞ്ഞതും
ദച്ച് ജോണിനെ ഒന്ന് നോക്കി. അത് കണ്ടതും അവനൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അപ്പോഴാണ് മറ്റൊരു കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വന്നത്. അച്ഛാ. കാർ നിർത്തിയതും ഗിരിയുടെ മൂത്ത മകളായ സിദ്ധി ഓടി വന്ന് അവൻ്റെ മേലേക്ക് ചാടിക്കയറി. ഐ മിസ് യു അച്ഛാ. മിസ്സിയുടെ ചക്രേ. ഗിരി അവളെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഡോർ തുറന്ന് സ്നേഹ അവരുടെ ഇളയ മകനായ സാരംഗിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അതിന് പുറകെ സച്ചിമോളും പുറത്തേക്ക് ഇറങ്ങി. സിദ്ധിമോൾ താഴെ നിർത്തിയ ശേഷം സ്നേഹയുടെ കയ്യിൽ നിന്നും സാരംഗിനെ വാങ്ങിക്കൊണ്ട് ഗിരി അമ്മൻ്റെയൊക്കെ അരികിലേക്ക് ചെന്നു. സച്ചിമോളെ. സച്ചിവിനെ കണ്ടും കുഞ്ഞവളെ ഉറക്ക വിളിച്ചു. കുഞ്ഞാപ്പി. സച്ചിമോൾ ഓടിച്ചെന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. അത് കേട്ടും കുഞ്ഞ് അവളെ നിന്ന് കൂർപ്പിച്ചു നോക്കി. അമനും തെച്ചുവും ജോണുമൊക്കെ ചിരി കടിച്ചു പിടിച്ചു നിന്നു. ദേ സച്ചൂസേ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാപ്പിയല്ല കുഞ്ഞപ്പ, അതോ അല്ലെങ്കിൽ കുഞ്ഞാപ്പ. നീ നിന്റെ മാളോപ്പയെ ഒരു പാടുമില്ലാതെ മാളോപ്പയെന്ന് വിളിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്നെ മാത്രം വിളിക്കുമ്പോൾ എന്താ ഇപ്പോഴൊരു കുഞ്ഞാപ്പി? കുഞ്ഞി കെറുപോടെ ചോദിച്ചു. വിളിക്കേണ്ടവരെ വിളിക്കേണ്ട രീതിക്ക് വിളിക്കാൻ എൻ്റെ കൊച്ചിനറിയാം, അല്ലടാ ചാച്ചൻ്റെ കുഞ്ഞെ. ജോൺ സച്ചുവിനെ എടുത്തുകൊണ്ട് പറഞ്ഞതും കുഞ്ഞ് അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എനിക്കറിയാം നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരനെന്ന്. എൻ്റെ കുഞ്ഞിന് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. അവൾ ജോണിനെ നോക്കിക്കൊണ്ട് ചീറി. പിന്നെ എനിക്കതല്ല പണി, അല്ലെങ്കിൽ തന്നെ എൻ്റെ കൊച്ചിനറിയാം ആരൊക്കെ എന്തൊക്കെ വിളിക്കണമെന്ന്. നിന്നെ കണ്ടാൽ തന്നെ ഒരു കുഞ്ഞാപ്പി ലുക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ കൊച്ച് കറക്റ്റായിട്ട് വിളിക്കുന്നു. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ചുണ്ടുകൊട്ടിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ചിണുങ്ങിക്കൊണ്ട് അമ്മൻ്റെയും തെച്ചുവിൻ്റെയും അരികിലേക്ക് ചെന്നു. കണ്ടില്ലേ ഏട്ടാ, ഈ ചേനനെ എപ്പോഴും ഇട്ട് കളിയാക്കുക, ചുമ്മാ ഇരുന്നാലും എന്നെ ഇട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടേക്കേട്ടാ. കുഞ്ഞി പറഞ്ഞു കേട്ട് അമ്മൻ അവളെ തറയിലൊന്ന് കൊട്ടി. ശേഷം നെറ്റിച്ച് വിളിച്ചുകൊണ്ട് നന്ദുവിനെ ഒന്ന് നോക്കി. ഇത് അമ്മൻ സംശയത്തോടെ ഗിരിയെയും ആനന്ദിനെയും നോക്കി. എൻ്റെ വൈഫാണ് സാർ. വാട്ട്, താൻ മാരീഡായിരുന്നോ? അവൻ പറഞ്ഞു കേട്ട് അമ്മൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതൊക്കെ വലിയ കഥയാണ് സാർ, എല്ലാം വിശദമായി പറയാം. ഗിരിയാണ് അതിനുള്ള മറുപടി നൽകിയത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നാളെ സംസാരിക്കാം. ഇന്ന് യാത്രയുടെ നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഗിരി, നാളെ ഷാർപ്പ് 10:30 മീറ്റിംഗ്, എല്ലാം അറേഞ്ച് ചെയ്യണം. ഞാനും ജോണും ഉണ്ടാകും. ഓക്കെ സാർ. അവൻ പറഞ്ഞു കേട്ട് ഗിരി പറഞ്ഞു. ഒന്ന് തലയാട്ടിയ ശേഷം അവൻ അകത്തേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ തിരിഞ്ഞു നോക്കി. പിന്നെ നാളെ ആനന്ദ് കൂടെ ഇവിടെ കൂടെ വന്നോളൂ. ശരി സാർ. അമൻ പറഞ്ഞതും ആനന്ദ് അതീവ സന്തോഷത്തോടെ സമ്മതിച്ചു. അമനൊന്ന് പുഞ്ചിരിച്ച ശേഷം ദച്ചുവിനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. വാ സച്ചു, മോളും പോയി ഫ്രഷ് ആയിട്ട് കിടക്ക്, സമയം ഒരുപാടായി. അമ്മ, ഞാൻ സിദ്ധിമോളുടെ കൂടെയാ, അവൾ ദച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് അതൊന്നും വേണ്ട സച്ചു, അവിടെ ഇന്ന് ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, അവർക്കതൊക്കെ ബുദ്ധിമുട്ടാകും. ദച്ചു പറഞ്ഞു കേട്ട് സച്ചുമോളുടെ മുഖം വാടി. എൻ്റെ ഇടത്തി, ഇവർക്കതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ദേ, എൻ്റെ ഈ 2 പിള്ളേരെയും 2 ദിവസം നോക്കിയത് നന്ദുവാണ്, അല്ലേ നന്ദു? കുഞ്ഞി പറഞ്ഞത് നന്ദു അതിനൊന്ന് ചിരിച്ചു. അത് നിനക്ക് നിന്റെ മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യാത്തത് കൊണ്ട് നന്ദു നോക്കി സഹായിച്ചതല്ലേ? കുഞ്ഞി പറഞ്ഞു കേട്ട് ജോൺ വീണ്ടും അവളെ കുത്താൻ തുടങ്ങി. ഇങ്ങേരെ ഇന്ന് ഞാൻ. അവൾ പല്ല് കടിച്ചുകൊണ്ട് ജോണിൻ്റെ നേരെ തിരിഞ്ഞു. ഓ, ഏതു നേരവും രണ്ടും കൂടെ വഴക്ക് തന്നെ. നേരിൽ കണ്ടാൽ കീരിയും പാമ്പിനെ പോലെയാണ് രണ്ടും. നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ജോണിൻ്റെയും കുഞ്ഞിൻ്റെയും ഇടയിലേക്ക് കയറി നിന്നുകൊണ്ട് ദച്ച് ചൂടായി. ഞാനല്ലേ ഇടത്തി ഈ മനുഷ്യനാ എന്നെ ചുമ്മിട്ട് കളിയാക്കുന്നത്? കുഞ്ഞി ദച്ചുവിൻ്റെ അരികിലേക്ക് വന്ന് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, ഞാൻ മാത്രമല്ല, നീ എന്നെ തിരിച്ചും പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണോ? അവൾ വീണ്ടും അവന് നേരെ ചീറി. ഓ, വീണ്ടും തുടങ്ങി. സത്യത്തിൽ നിങ്ങൾ രണ്ടും പ്രേമിച്ച് കെട്ടിയത് തന്നെയാണോ? എപ്പോൾ കണ്ടാലും മാടികൊടൽ തന്നെ. ദച്ചു രണ്ടിനെയും നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ അടുത്തി, ഞാനല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ പിന്നാലെ നടന്ന് പ്രേമിക്കോ? കുഞ്ഞ് ജോണിന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അബദ്ധം പറ്റിയത് എനിക്കാ. പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഏതൊരു ദുർബല നിമിഷത്തിൽ അങ്ങ് സമ്മതിച്ചു പോയി. അല്ലെങ്കിലും കഷ്ടകാലം വരുമ്പോൾ മാറി ചിന്തിക്കാൻ തോന്നിയില്ലല്ലോ. ജോൺ മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ടൊന്ന് നെടുവീർപ്പെട്ടു. ദേ മനുഷ്യ, നിങ്ങൾക്ക് എന്നെ മടുത്തല്ലേ, ശരിയാക്കി തരാൻ ഞാൻ. കുഞ്ഞി അവൻ്റെ തോളിലൊരു ഇടിയും കൊടുത്ത് അവനെ ചീത്തയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എന്താ ജോണേട്ടാ ഇത്? ഏട്ടൻ വെറുതെ എന്തിനാ അവളിട്ടിങ്ങനെ ഇളക്കുന്നത്? അവൾ പോന്ന് കണ്ട് ദേശി ജോണിനോടായി ചോദിച്ചു. ചുമ്മാ ഒരു രസം. ആ രസം അധികം വൈകാതെ സാമ്പാറായിക്കോളും, അവൻ പറഞ്ഞു കേട്ട് അവളും മറുപടി പറഞ്ഞു. ഇതേസമയം അവിടെ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ആനന്ദും നന്ദുവും. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ വന്നേ? ഗസ്റ്റ് ഹൗസിലേക്ക് അകത്തേക്ക് കയറുന്നതിനിടയിൽ കിരി തിരിഞ്ഞു നോക്കി സ്നേഹയോടായി ചോദിച്ചു. വരുന്ന വഴി സച്ചുമോൾക്കും സിദ്ധിക്കും വീശുന്നു. അപ്പോൾ അമൻ സാർ നിർബന്ധിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി കയറ്റി. ദച്ചു വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും സാർ കേട്ടില്ല. ഇങ്ങെത്താൻ ഒരുപാട് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. സ്നേഹ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു. അല്ല, നിങ്ങൾ കഴിച്ചില്ലേ? ഇല്ല, നിങ്ങൾ വന്നിട്ട് കഴിക്കാനും പറഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു.
ഇത്രയും നേരമായിട്ട് കഴിച്ചില്ലേ? സമയം എത്രയായിരുന്നോ ഗിരിയേട്ടാ? ഈ നേരം വരെ ഇവരിവിടെ ഇങ്ങനെ പട്ടിണിക്ക് ഇരുത്തിയിരിക്കുമായിരുന്നോ? സ്നേഹ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞതാടി ഇവരോട് കഴിക്കാൻ. അപ്പോൾ ഇവരാ പറഞ്ഞത് നിങ്ങളെല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന്. ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാടി. ഗിരി കൈ മലർത്തി കാണിച്ചു. സോറി ചേച്ചി, ഞങ്ങളാ ഗിരിയേട്ടനോട് പറഞ്ഞത് എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന്. നിങ്ങൾ നേരത്തെ വരുമെന്ന് വിചാരിച്ചോ? ഇത്രയും ലേറ്റ് ആകുമെന്ന് കരുതിയില്ല. സ്നേഹ ഗിരിയോട് ചൂടാവുന്നത് കണ്ട് നന്ദു പെട്ടെന്ന് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷമത്തോടെ പറഞ്ഞു. അത് കണ്ടതും സ്നേഹം ഗിരിയും ഒന്ന് പുഞ്ചിരിച്ചു. ആ, അതിന് നീ വിഷമിക്കൊന്നും വേണ്ട മോളെ. ഇവളിങ്ങനെ തന്നെയാ. പണ്ടെങ്ങാണ്ട് ഇവളുടെ വീട്ടിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ആരെയും ഭക്ഷണം കഴിക്കാതിരിക്കാൻ സമ്മതിക്കില്ല. ദേ, എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും ഈ കാര്യത്തിൽ ഇവൾ വെറുതെ വിടാറില്ല. ഗിരി സ്നേഹി കളിയാക്കിക്കൊണ്ട് നന്ദുവിനോടായി പറഞ്ഞു. ഓ, ഞാൻ അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും വിശന്നിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. അതെൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയതാ. ഇനി അത് മാറാനൊന്നും പോകുന്നില്ല. ഗിരി നോക്കി അതും പറഞ്ഞുകൊണ്ട് അവൾ ആനന്ദിൻ്റെയും നന്ദുവിൻ്റെയും നേരെ തിരിഞ്ഞു. ആ, നിങ്ങളിരിക്കുക കേട്ടോ, ഞാനിപ്പോൾ കഴിക്കാനെടുക്കാം. സ്നേഹ അവരോടായി പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ഏയ്, അത് വേണ്ട ചേച്ചി, ഭക്ഷണം ഞാനെടുക്കാം. ചേച്ചി ഇപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നല്ലേ ഉള്ളൂ. കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയ സ്നേഹയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നന്ദു പറഞ്ഞു. അത് ഒന്നും പറയണ്ട ചേച്ചി. ചേച്ചി പോയി ഫ്രഷായി വാ, അപ്പോഴേക്കും ഞാൻ ഫുഡെല്ലാം എടുത്തു വെക്കാം. അവളെന്തോ പറയാൻ തുടങ്ങിയത് നന്ദു അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ശേഷം അവൾ കിച്ചണിലേക്ക് നടന്നു. അവൾ പോയതും ആനന്ദിനെയും ഗിരിയെയും നോക്കിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹയും ഗിരിയെടുത്ത് ഒളിക്കിടന്ന തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി. സിദ്ധിയും സച്ചുവും നേരത്തെ തന്നെ തങ്ങളുടെ മുറിയിലേക്ക് പോയിരുന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം കുടിക്കാൻ വെള്ളവും എടുത്തുകൊണ്ട് കിടക്കാനായി മുറിയിലേക്ക് വന്നതായിരുന്നു നന്ദു. അകത്തേക്ക് കയറുന്ന മുറിയിൽ ആനന്ദിനെ കാണാതെ അവളൊന്ന് ചുറ്റിനും നോക്കി. ബാൽക്കണി ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ടതും അവൻ അവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ടേബിളിന് മുകളിലേക്ക് വെള്ളം വച്ച ശേഷം ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ റൈലിങ്ങിൽ ചാരി നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന ആനന്ദിനെ കണ്ട് നന്ദു ഒന്ന് പകച്ചു. ഓ, അപ്പോൾ ഈ ശീലമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആനന്ദ് വർമ്മ തമ്പുരാന്? പിന്നിലും നന്ദുവിൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി. എന്താ? അവളെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് അവൻ സംശയത്തോടെ നീട്ടി ചൊളിച്ചു. അല്ല, ഈ ശീലമൊക്കെ മുൻപേ ഉണ്ടായിരുന്നോ, അതോ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണോ എന്ന് അവൾ അവൻ്റെ കയ്യിലിരുന്ന എരിയുന്ന സിഗരറ്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അതും കൂർപ്പിച്ചു വെച്ച മുഖഭാവം കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. നേരത്തെ ഉള്ളത് തന്നെയാണോ, പക്ഷേ എപ്പോഴൊന്നുമില്ല. ഒരുപാട് ടെൻഷൻ കൊടുക്കുമ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഒരു 2-3 പഫ് എടുക്കും, അത്രയേ ഉള്ളൂ. അവൻ കയ്യിൽ നിന്ന് സിഗരറ്റ് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ആരോഗ്യത്തിന് ദോഷം സംഭവിക്കാൻ ഈ 2-3 പഫ് തന്നെ ധാരാളമാണ് മാഷേ. അവൾ പറഞ്ഞു കേട്ട് അവന് പുഞ്ചിരിച്ചുകൊണ്ട് മാറിൽ കൈയും കേട്ട് നിന്നു. ഇപ്പം എന്താ തൻ്റെ പ്രോബ്ലം? ഞാനത് വലിക്കുന്നതാണോ അതോ ഇവിടെ നിന്നും വലിച്ചതാണോ? അവൻ മുഖമുയർത്തി അവളോട് ചോദിച്ചു. രണ്ടും എൻ്റെ പ്രോബ്ലം തന്നെയാണ്. അവൻ്റെ ചോദ്യത്തിന് അവളും മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് മനസ്സിലാവാതെ അവൻ നെറ്റിച്ചു വിളിച്ചു. മനസ്സിലായില്ലേ? അവൻ്റെ നിൽപ്പ് കണ്ടവൾ ചോദിച്ചതും അവൻ മനസ്സിലായില്ല എന്ന രീതിയിൽ തലയാട്ടി. അതായത് നന്ദേട്ടാ, എനിക്ക് സ്മോക്കിംഗ് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ മുറിയിൽ നിന്ന് ഏട്ടൻ സ്മോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കും. പിന്നെ രണ്ടാമത്തെ, എൻ്റെ ഭർത്താവ് ഒരു സ്മോക്കറാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാട്ട്? അതിന് ഞാനൊരു അഡിക്റ്റഡ് സ്മോക്കറൊന്നും അല്ലല്ലോ. അവൾ പറഞ്ഞു കേട്ട് അവൻ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു. സ്മോക്കർ അവൻ ഇതിന് അഡിക്റ്റ് ആവണമെന്നൊന്നുമില്ല മിസ്റ്റർ. അവൾ കൈയും കെട്ടി നിന്നുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു. ഓ, ഞാൻ ദേ നിർത്തി. ഇനി ഇതിൻ്റെ പേരിൽ നന്ദിനി തമ്പുരാട്ടി ക്ലാസ് ഒന്നും എടുക്കണ്ട. അവൻ അവളെ നോക്കി പറഞ്ഞ ശേഷം ഒരു പുച്ഛം വാരി വിതറിക്കൊണ്ട് കിടക്കാനായി ബെഡിനടുത്തേക്ക് നടന്നു. അവളും അവനെ നോക്കി ചുണ്ടുകൊട്ടി കാണിച്ചുകൊണ്ട് സോഫയിലേക്ക് പോയി കിടന്നു. അല്ല നന്ദേട്ടാ, നന്ദേട്ടന് നേരത്തെ അറിയാമായിരുന്നോ ഈ അമൻ സാറിനെ? സോഫയിലേക്ക് കിടന്നതും പിന്നെ എന്തോ ആലോചിച്ച ശേഷം അവൾ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് അവനോട് ചോദിച്ചു. പിന്നെ അറിയാതെ, നീ ന്യൂസിലും മാഗസിലും ഒക്കെ കണ്ടിട്ടില്ലേ? ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ബിസിനസ് സ്ഥാപനങ്ങളാണ് പുള്ളിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ മതി, പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അവൻ ചെറിയൊരു ടെൻഷനോടെ പറഞ്ഞു. അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളെ തിളക്കത്തിലേക്ക് ഒരു നിമിഷം അവൾ നോക്കി നിന്നു. അവനോട് ആനന്ദിന് വല്ലാത്തൊരു ആരാധനയുണ്ടെന്ന് അവൾക്ക് തോന്നി. നന്ദേട്ടൻ ടെൻഷൻ ആവണ്ട, അദ്ദേഹം തീർച്ചയായും നാളെ സഹായിക്കും എന്നല്ലേ ഗിരിയേട്ടൻ പറഞ്ഞത്? പിന്നെ നാളെ രാവിലെ ഓഫീസിലേക്ക് ചെല്ലാനും അദ്ദേഹം പറഞ്ഞില്ലേ? ഒഴിവാക്കാനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നല്ലോ. എനിക്ക് വിശ്വാസമുണ്ട് നന്ദേട്ട, അദ്ദേഹം നമ്മളെ കൈവിടില്ല. അവൾ ആത്മവിശ്വാസം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അവൻ കുറച്ച് സമയം അവളെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ നോട്ടം കണ്ടതും അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് പുരികം പൊക്കി ചോദിച്ചു. അവനൊന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ്റെ കണ്ണുകളിൽ കുസൃതി തെളിഞ്ഞു. അല്ല, കുറച്ചു മുന്നേ ആരെ എന്തോ പറയുന്നത് കേട്ടല്ലോ, ഭർത്താവെന്നോ മറ്റോ? മീശ കടിച്ചു പിടിച്ചുകൊണ്ട് മുഖം ഒരൽപ്പം ചേരിച്ചു വല്ലാത്തൊരു ഭാവത്തിൽ അവൻ ചോദിച്ചതും അവളൊന്ന് പതറി. എന്ത്? ഏത് ഭർത്താവ്? ആര് പറഞ്ഞു?
അവനെ നോക്കാതെ അവൾ മറ്റെങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? കുറച്ച് മുന്നെയല്ലേ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഒരു സ്മോക്കറാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അവളെ അനുകരിച്ചുകൊണ്ട് അല്പം ഗൗരവഭാവത്തിൽ അവൻ പറഞ്ഞു കേട്ടതും പെട്ടെന്നതുപോലെ അവളൊന്ന് നിന്നു പോയി. അത് പിന്നെ ഓരോന്നും പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വിശ്വസിച്ചു. അവൻ കട്ടിലേക്ക് കിടന്ന് ബ്ലാങ്കറ്റ് എടുത്ത് മൂടിക്കൊണ്ട് പറഞ്ഞു, ഓ ഇയാൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എന്തായാലും ഞാൻ പറഞ്ഞത് സത്യ. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു. ആകെ നാണം കെട്ടല്ലോ ഭഗവാനെ. കിടക്കുന്നതിനിടയിൽ അവൾ പിറുപിറുക്കുന്ന കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചു. അവൻ്റെ ചിരി കേട്ടതും അവൾ നാവ് കഴിച്ചുകൊണ്ട് പുതപ്പെടുത്ത് തലവഴി മൂടി. അതുകൂടെ കണ്ടതും അവൻ്റെ ചിരി ഉച്ചത്തിലായി. നിന്നെ ഞാൻ എടുത്തോളാം മോളെ. ചിരിയൊന്നടങ്ങിയതും അവൻ മനസ്സിൽ പറഞ്ഞിട്ട് ഒരു ദീർഘശ്വാസം എടുത്തു. നിമിഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് പതിയെ രണ്ടുപേരും നിദ്ര പുൽക്കുമ്പോൾ ഇരുവരുടെയും മനസ്സ് കാറൊഴിഞ്ഞ ആകാശം പോലെ ശാന്തമായിരുന്നു.